ഗോവിന്ദൻ മാഷിന്റെ ഭാഗത്തു നിന്ന് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ എം വി ഗോവിന്ദൻ മാഷ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് മാറുമ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരുന്നത്. കാര്യം ഈ പറയുന്ന എം വി ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ജനകീയൻ ഒരു നേതാവാണ്, അതോടൊപ്പം അറിവുള്ള ഒരു നേതാവാണ്. പുള്ളി വന്നു കഴിയുമ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയുടേതായ എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ച് മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള ധാരണ എല്ലാ അനുഭാവികളുടെയും എല്ലാ പ്രവർത്തകരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അത്രമാത്രം എന്താണ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് വലിയൊരു പോസ്റ്റാണ്. അത് നിസ്സാരമായ കാര്യമല്ല. പാർട്ടി സെക്രട്ടറി ആയിട്ട് എം വി ഗോവിന്ദൻ മാഷിനെ നിയമിക്കുന്ന സമയത്ത് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രിയായിരുന്നു. അതായത് എം പി രാജേഷിന് മുൻപ് തദ്ദേശ സ്വയംഭരണ വകുപ്പായിരുന്നു അദ്ദേഹത്തിന്റെ. ആ മന്ത്രിസ്ഥാനം അദ്ദേഹം രാജിവെച്ചിട്ടാണ് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് പോയത്. അപ്പോൾ എല്ലാവരും വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് പാർട്ടി സെക്രട്ടറി ആവുന്നതിൽ എന്തുകൊണ്ടാണ്? ഈ മന്ത്രി സ്ഥാനത്തെക്കാളും മുഖ്യമന്ത്രി പദവിയേക്കാളും പാർട്ടി വാല്യൂ ചെയ്യുന്ന ഒരു പദവി എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നൊരു സ്ഥാനമാണ്. നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റവും നല്ലൊരു പാർട്ടി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ. ഈ പറയുന്ന പിണറായി വിജയൻ അദ്ദേഹവും പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ഒരാളാണ്. അപ്പം പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരുപാട് കർത്തവ്യങ്ങൾ നിറവേറ്റാനുണ്ട്. ഒന്നാമത് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളത്. പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാട് ശരിയോ തെറ്റോ എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സംഘടനാപരമായി ആ പാർട്ടിയുടെ തത്വങ്ങളെ സിദ്ധാന്തങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണോ എന്ന് കരുതിയിട്ട് അവതരിപ്പിക്കുക. ഇതെല്ലാം പാർട്ടി എടുക്കുന്ന ഏത് ഡിസിഷനും മാധ്യമങ്ങളുടെ മുന്നിൽ ആ കാര്യത്തിൽ ഓക്കെയാണ്. കാര്യം ഒരു പാർട്ടി സെക്രട്ടറി ഒരു മാധ്യമ സമ്മേളനം അല്ലെ പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും കൂടി കയറിയിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല. പാർട്ടി സെക്രട്ടറിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായി പറഞ്ഞ് അവതരിപ്പിച്ചു പോകുന്നു. എന്നാൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് പാർട്ടിയായി സ്വയം അങ്ങ് മാറി നിൽക്കുകയും സ്വയം സർക്കാരാവുകയും ചെയ്തൊരു സാഹചര്യം പാർട്ടി സെക്രട്ടറിയുടെ പദവിക്ക് ഏറ്റവും വലിയൊരു വിഘാതമായിരുന്നു എന്ന് നമുക്ക് കാണാം. പിന്നീട് അതോടൊപ്പം എടുത്ത തീരുമാനങ്ങൾ നമുക്കറിയാം. എ വിജയരാഘവൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബിന്ദു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വിജയരാഘവൻ്റെ, ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിക്കാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. കാരണം പാർട്ടി സെക്രട്ടറിമാരുടെ ഭാര്യമാര്, അത് പാർട്ടി പ്രവർത്തകയോ എന്തോ ആയിക്കോട്ടെ, എന്നിരുന്നാൽ പോലും ആ ഒരു പാർട്ടി സെക്രട്ടറിമാരുടെ ഭാര്യമാര് ഇവിടെ മത്സരിക്കുന്നതിനെ കുറിച്ച് വല്ലാത്ത എതിർപ്പുണ്ടാവും. സ്വാഭാവികമല്ലേ? തളിപ്പറമ്പ് പോലെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുചെന്ന് ശ്യാമള ടീച്ചറെ മത്സരിപ്പിക്കുന്നു. പകരം അവിടെ TK ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു വിമത സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയാണ് പാർട്ടിയിൽ നിന്നുള്ളത്. അപ്പം ഇത്തരം വിമത നീക്കങ്ങളെ കൃത്യമായി ചെറുക്കുന്നതിനോ ആ വിമത നീക്കങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനോ ഒന്നും ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പരാജയപ്പെട്ടു.